വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മൈ വേർഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ജോലികൾ എളുപ്പമാക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന അമ്മമാർക്ക് സ്ഥിരമുള്ളൊരു പരാതിയാണ്, സമയത്തിനൊന്നും റെഡിയാവുന്നില്ല. മക്കളുടെ സ്കൂൾ ബസ് വരുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് റെഡിയാക്കും, അവരെ ഒരു ദിവസം പോലും വിടാൻ പറ്റത്തില്ല. രാവിലെ എഴുന്നേൽക്കുന്നതാണ്, എത്ര നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്, ജോലികളൊന്നും തീരുന്നില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞാൻ നേരത്തെ ജോലികളൊക്കെ തീർക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ഒരു പ്രിപ്പറേഷൻ തലേ ദിവസം ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ട ഒരു മീൽ പ്രിപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പിറ്റേന്നത്തേക്ക് ഉണ്ടാക്കാനുള്ളത് എന്നുള്ളത് നമ്മളൊന്ന് റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഓരോന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പിറ്റേന്നത്തേക്കും ഒരു അവിയൽ റെഡിയാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള വെജിറ്റബിൾസ് ആണ് കേട്ടോ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കുന്നത്. നമുക്കൊരു മീൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പകുതി ജോലികളും തീരും കേട്ടോ. നമ്മൾ തലേദിവസം തന്നെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കൊരു 1 വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു മീൽ പ്രിപ്പറേഷൻസ്, ഒരു പ്ലാനിങ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് വേണം. പക്ഷേ നമുക്ക് എപ്പോഴും തലേ ദിവസം തന്നെ നമുക്ക് പിറ്റേന്നത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അപ്പോൾ ഇത് മൂന്നിനും എന്താണെന്നുള്ളത് തലേദിവസം തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക കേട്ടോ. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇതെന്താണെന്ന് പ്രിപ്പയർ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ മിക്ക വ്ളോഗുകളിൽ അത് പറയാറുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട് ഒരിക്കലും നിൽക്കരുത്. അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം വേസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് തലേദിവസം തന്നെ നമ്മളതൊന്ന് പ്രിപ്പയർ ചെയ്ത് നമ്മൾ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ ജോലി നമുക്ക് ഈസി ആക്കാനായിട്ടും പറ്റും. ഇതിനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ടൈമൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമ്മൾ TV കാണുന്ന സമയത്തൊക്കെ വെറുതെ ഇരിക്കുകയാണല്ലോ, ആ ഒരു സമയത്ത് ഫോണിൽ ചുമ്മാ തോണ്ടുന്ന സമയം കൊണ്ട് നമ്മൾ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ കൊണ്ടുവച്ച് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈം വേസ്റ്റായി പോകത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ വെറുതെ TV ഒക്കെ ഇരുന്ന് കാണുന്ന സമയമുണ്ടല്ലോ, വെറുതെ സീരിയലോ സിനിമയൊക്കെ ഇരുന്ന് കാണത്തില്ലേ, ആ ഒരു സമയത്ത് ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ മുതിർന്നവരാരെങ്കിലും ഒക്കെ, അമ്മയോ അമ്മമ്മയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്താലും നമ്മളൊക്കെ കട്ട് ചെയ്യുന്നതിനെക്കാട്ടി സൂപ്പറായിട്ട് അവർ കട്ട് ചെയ്യട്ടെ, നല്ല ഷേപ്പിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വയസ്സായ ആൾക്കാർ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത്. ഞാനൊക്കെ ആണെങ്കിൽ കുറച്ച് വലുതും ചെറുതും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെയാണ് കട്ട് ചെയ്യുന്നത്. പക്ഷേ അവരൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് തരും കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് രാവിലെ ഒരു വെള്ളത്തിൽ മാത്രം കഴുകിയത്. അപ്പോൾ നമുക്ക് ഈ വാഷ് ചെയ്യാനായിട്ടും കുറേ സമയം അങ്ങനെയും വേസ്റ്റ് ആവത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മാക്സിമം നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഒരു പാത്രത്തിലാക്കി അടച്ചാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുന്നത്. മീനും ഉച്ചയ്ക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ഫ്രീസറിൽ വെച്ചിരിക്കുമായിരുന്നു കട്ട് ചെയ്യാതെ തന്നെ. അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്ത് വെക്കുവാണ്. രാവിലെ ഇത് കട്ട് ചെയ്യാൻ നിൽക്കുവാണെന്നുണ്ടെങ്കിലും കുറേ സമയം നമുക്ക് വേസ്റ്റ് ആകത്തില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നമ്മൾ കറി വയ്ക്കാനുള്ളതാണെങ്കിൽ കറി വയ്ക്കാനുള്ള രീതിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ ഉള്ളതാണെങ്കിൽ ഫ്രൈ ചെയ്യാനൊക്കെ നമുക്ക് പുരട്ടിയൊക്കെ വെക്കാമല്ലോ. അപ്പോൾ ഞാൻ അതൊന്ന് തണുപ്പ് മാറണമല്ലോ, അപ്പോൾ ആ തണുപ്പ് മാറുന്ന സമയം കൊണ്ട് കുറച്ച് തുണികളുണ്ടാവും കേട്ടോ തയ്ക്കാനായിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് നൈറ്റികളാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പ് അടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. എന്നോട് കുറേ പേര് സ്റ്റിച്ചിങ് അറിയാവോ, അതിൻ്റെ എന്തോ പില്ലോ കവറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടാനൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടാകട്ടെ. ഞാനങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ യൂട്യൂബൊക്കെ നോക്കിയിട്ടൊക്കെ തയ്ക്കും കേട്ടോ. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ട് ചെയ്യിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ചെയ്യാത്തത്. പിന്നെ പില്ലോ കവറൊക്കെ ഞാൻ ബെഡ്ഷീറ്റിൽ നിന്ന്, നമ്മളെ പഴയ ബെഡ്ഷീറ്റൊക്കെ ഇല്ല, അതിൽ നിന്നൊക്കെ എടുത്ത് തയ്ക്കാറുണ്ട്. ഞാൻ പറയുന്നതിനെക്കാട്ടും ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാത്തത്. എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞു തന്നിട്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഫ്ലോപ്പ് ആയെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരാത്തത്. സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ആ തുണിയൊക്കെ ഒന്ന് മടക്കി വെച്ചു കേട്ടോ. മടക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാനൊരു ക്വിക്ക് ക്ലീനിങ് ഉണ്ട്. നമ്മുടെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി, അതിനുശേഷം ജസ്റ്റ് വീടൊക്കെ ഒന്ന്, എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് അലമ്പായിട്ടായിരിക്കുമല്ലോ കിടക്കുന്നത്, അപ്പോൾ അതും ഒന്ന് റെഡിയാക്കാറുണ്ട് കേട്ടോ. തൂക്കാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അടിച്ച് വാരും. അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്വിക്ക് ക്ലീനിങ്, നമ്മുടെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി സെറ്റിയിൽ കവറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കിടക്കട്ടെ, അതൊക്കെ ഒന്ന് ശരിയാക്കി. പിന്നെ വാഷ് ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടും. വാഷ് ബേസ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മക്കളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഫുൾ അലമ്പാവാറുണ്ട്. അപ്പോൾ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് വിടാറുണ്ട് കേട്ടോ. അതാകുമ്പോഴത്തേക്കും നമുക്ക് രാവിലെ ഒരുപാട് ജോലി കാണത്തില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതിയായിരിക്കും. നമ്മൾ വൈകുന്നേരം കുറച്ചിതുപോലെ ക്വിക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ. അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ഫിഷ് ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ അവിയൽ വെള്ളം തോർന്ന് പോകാനായിട്ട് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇതുപോലൊരു ഡബ്ബയിലാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കും കേട്ടോ. പിന്നെ ഫിഷ് ഞാൻ ഫ്രൈ ചെയ്യാനും കട്ട് ചെയ്യാനും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ട് പാത്രങ്ങളിലാക്കിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഞാൻ മാഗ്നറ്റ് ചെയ്ത് വെക്കുന്നത് അന്നന്ന് പൊരിക്കാനുള്ളത് മാത്രമായിട്ട് എടുത്തിട്ട് താഴത്തെ തട്ടിൽ വെക്കും. പിന്നെ ബാക്കി അല്ലാതുള്ളത് മുകളിലത്തെ തട്ടിലുമാണ് കേട്ടോ, ഫ്രീസറിലുമാണ് വെക്കുന്നത്.
നമ്മൾ ഇത്രയും ഒന്ന് റെഡിയാക്കി വെച്ചാൽ തന്നെ രാവിലത്തെ ആ ഒരു കുക്കിംഗ് നമുക്ക് ഈസിയാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ അത്യാവശ്യം എന്തെങ്കിലും വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഒരു ഫിഷ് കറിയോ ഒക്കെ ആയിരിക്കും ലഞ്ചിന് വെക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചാൽ നമുക്കൊരു ആശ്വാസമാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉള്ളി, പിന്നെ അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഒന്ന് ചിരകി വെക്കുക. ഞാൻ തേങ്ങ ചിരകി വെക്കാറില്ല കേട്ടോ. നിങ്ങൾക്കുണ്ടെങ്കിൽ തേങ്ങയും കൂടി ചിരകി വെക്കുക. ഞാൻ അല്ലാതെ മിക്സിയിലിട്ട് അടിച്ചെടുക്കത്തില്ല, ആ ഒരു രീതിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല, അത് സ്കിപ്പ് ചെയ്യുവാണേ. നിങ്ങളത് മസ്റ്റായിട്ടും ചെയ്യണേ. പിന്നെ ഞാനിത് രാത്രി എടുത്തതാണ് കേട്ടോ. രാത്രി ഞാൻ അരി ഒന്ന് ആട്ടി വെക്കാനായിട്ട് പോവുകയാണ്. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അരിയാട്ടി എടുക്കുവാണ്. ഞാൻ മിക്സിയിലിട്ടാണ് ഇതുപോലെ ദോശയ്ക്കോ അപ്പത്തിനോ ഒക്കെ ആട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ 1-2 ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ടാണ് ഞാൻ മാവ് ഒന്ന് റെഡിയാക്കുന്നത്. അതാകുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇഡ്ഡലി ആയാലും ദോശ ആയാലും അപ്പായാലും ഒക്കെ ഇട്ട് കേട്ടോ. അല്ലെങ്കിൽ മാവ് ചൂടാവുമല്ലോ. മാവ് ചൂടായാൽ പിന്നെ ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും ഉണ്ടാവത്തില്ല. ഇഡ്ഡലിയുടെ ദോശയുടെയൊക്കെ മാവാകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു സമയത്ത് തന്നെ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടെ വെക്കട്ടെ. കൈയിട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് മാവൊക്കെ നല്ല പൊങ്ങി വരുന്ന രീതിയിൽ കിട്ടുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊന്നും കിട്ടത്തില്ല. അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കണം. നല്ലൊരു ടിപ്പാണ്. നമുക്ക് ദോശയുടെയും പിന്നെ ഇഡ്ഡലിയുടെയൊക്കെ മാവ് പെട്ടെന്ന് പുളിച്ച് വരാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുക, ഒന്ന് മിക്സ് ചെയ്യുക, ചുടുക. അത് മാത്രമേ ഉള്ളൂ കേട്ടോ ജോലി. പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ളതും കൂടി നമുക്ക് സെറ്റാക്കാം കേട്ടോ. ഞാൻ ദോശയുടെ കൂടെ അന്ന് ഗ്രീൻ ബീൻസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രീൻ ബീൻസും വെള്ളത്തിലിട്ടാണ് ഞാൻ കിടക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും മസ്റ്റായിട്ടും ഈ ഒരു കിച്ചൺ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് പോവുക. രാവിലെ എഴുന്നേറ്റിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യാന്നുള്ളൊരു പരിപാടിയെ വെക്കരുത് കേട്ടോ. നമുക്ക് രാവിലെ എഴുന്നേറ്റ് പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് കുക്കിങ്ങിന് നിൽക്കുവാണെങ്കിൽ അത് നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ കിച്ചണും എപ്പോഴും നീറ്റാക്കിയിട്ട് മാത്രം ഉറങ്ങാനായിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സും കാര്യങ്ങളും ഒക്കെ തലേദിവസം തന്നെ കഴുകി അത് കമിഴ്ത്തി വെക്കുക. പിന്നെ ബോട്ടിൽസിലൊക്കെ തലേദിവസം രാത്രി തന്നെ വെള്ളം ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുകയും കൂടെ ചെയ്താൽ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ പാത്രം ഇടാൻ തിരക്കി നടക്കണ്ട. അതുപോലെ തന്നെ വെള്ളമൊക്കെ നിറയ്ക്കുന്ന ആ ഒരു സമയമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഒന്ന് സേവ് ചെയ്യാനായിട്ടും പറ്റും. അരി ഒരുപാട് വേവൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, റൈസ് കുക്കർ യൂസ് ചെയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അരി തലേദിവസം ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് ഒന്ന് വേവിച്ച് നോക്കും കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നമ്മുടെ സമയം കുറേ കളയുന്നില്ലേ. അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ആ ഒരു ടിപ്പ് ഒന്ന് പ്രയോഗിച്ച് നോക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ജോലികൾ ഈസി ആക്കാനായിട്ട് തലേദിവസം തന്നെ ചെയ്തു വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ. അടുത്തോട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ.